अस्ति स्वस्तरुणी कराग्रविगलत् कल्पप्रसूनाप्लुतं वस्तु प्रस्तुतवेणुनादलहरी निर्वाणनिर्व्याकुलं स्रस्त निरुद्ध निविविलसद् गोपीसहस्रावृतम् हस्तन्यस्तनतापवर्गम् അഖിലോദാരം കിശോരാകൃതി. ഒന്ന് പിരിക്കേണ്ടത് ഞാൻ പറഞ്ഞു തരാമേ. അസ്തി സ്വസ്തരുണി കരാഗ്രവികളത് പിന്നെ ഇക്ക വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പപ്രസൂനാപ്ലുതം വസ്തു പ്രസ്തുത വേണുനാദലഹരി നിർവാണ നിർവ്യാകുലം. സ്രസ്ത ഓരോ സ്രസ്ത കഴിഞ്ഞ് ചെറിയ കോമായിട്ടോ. നിരുദ്ധ നിവിവിലസദ് ഗോപീ സഹസ്രാവൃതം ഹസ്തന്യസ്ത അവിടെ കോമ ഇടുക. നതാപവർഗം നായാണ്. നതാപവർഗം അഖിലോദാരം കിശോരാകൃതി. സ്വസ്തരുണീകരാഗ്രവികളത ആദ്യമേ അങ്ങനെ തന്നെയാണ് പറയുന്നത്. സ്വർഗ സുന്ദരിമാരുടെ ദേവകന്യകമാരുടെ കൈകളിൽ നിന്ന് പൊഴിയുന്ന, അവരുടെ കൈകളിൽ ഇടയ്ക്ക് അവരെ പെറുക്കിയെടുക്കുന്ന ആ കൽപ്പവൃക്ഷത്തിൻ്റെ പൂക്കളിൽ മുഴുകിയ ആ ഒരു വസ്തു ഉണ്ട്. അത് ഭഗവാനെ കുറിച്ച് പറയുന്നത്. ആ വേണുനാദത്തിൻ്റെ പ്രസ്തുത വേണുനാദ ലഹരി നിർവാണ നിർവ്യാകുലം അതിനകത്ത് അങ്ങ് അലിഞ്ഞു ചേരുകയാണ്. അതാ വേണുനാദത്തിൽ, ആ ഭഗവാന്റെ വേണുനാദത്തിൽ അങ്ങ് ആ പരമാനന്ദത്തിൽ ലയിച്ചു ചേരുന്നു. പിന്നെയോ സ്രസ്ത നിരുദ്ധ നീവി വിരസത് ഗോപീ സഹസ്രാവൃതം അഴിയുന്ന, അതായത് നമ്മൾ കെട്ടിവെച്ചാലും വീണ്ടും വീണ്ടും അഴിയുന്ന, ഉടുത്താലും വീണ്ടും വീണ്ടും അഴിയുന്ന മടിക്കുത്ത് തടഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ഗോപസ്ത്രീകൾ ആ വസ്തുവിന് ചുറ്റും വന്നുകൂടിയിട്ട്. ഏത് വസ്തു? ഭഗവാനായ വസ്തു. ഭഗവാന്റെ ഒരു ലീലയിൽപ്പെട്ടതാണ്, ഒരു ശൃംഗാര ലീല തന്നെയാണത് പറയുന്നത് കേട്ടോ. അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഭക്തന്മാർക്കുള്ള ആ ബ്രഹ്മാനന്ദമാണ് അതും ആ വസ്തുവിൻ്റെ കയ്യിലുണ്ട്. ആ വസ്തു എന്ന് പറയുന്ന ആ വസ്തു എന്താണ്? എല്ലാറ്റിനേക്കാളും ഉത്കൃഷ്ടമാണ് ആ വസ്തു. ആ ഉണ്ണിയുടെ ആകൃതിയാണ്, ഒരു ഉണ്ണിയുടെ ആകൃതിയാണ് അതിനുള്ളത്. ഒരു ഉണ്ണിയുടെ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ, സുന്ദരനായ ഒരു കുഞ്ഞിൻ്റെ ഒരു രൂപമാണ് ആ വസ്തുവിനുള്ളത്. ആ വസ്തു എന്നേ പറയുന്നുള്ളൂ. ആദ്യം വസ്തു പ്രസ്തുത വേണുനാഥ ലഹരി. ആ വേണുനാഥ ലഹരിയിൽ ആ വസ്തു ഇങ്ങനെ ഒഴുകിയിരിക്കുക. ഏതൊക്കെ കാര്യത്തിലുണ്ട്? മുകളിൽ നിന്ന് കൽപ്പവൃക്ഷത്തിൻ്റെ പൂക്കൾ വിതർക്കൊണ്ടിരിക്കുന്ന ദേവകന്യകമാരുടെ ആ മുഴുകിയിരിക്കുന്ന ആ വസ്തു അതിലുണ്ട്. അവരുടെ കൈകളിൽ നിന്ന് പൊഴിയുന്ന കൽപ്പവൃക്ഷ പൂക്കളിൽ ആണ് മുഴുകിയിരിക്കുന്നത്. ആ വസ്തു ഉണ്ട്, ഭഗവാനുണ്ട്. ആ വേണുനാദത്തിൻ്റെ ലഹരി ഉള്ള ആ വേണുനാദത്തിൻ്റെ ആ പാട്ട് കേട്ടുകൊണ്ട് അത് ഒഴുകി നടക്കുന്നത് ഉളവാക്കി, അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അതിൻ്റെ അലകൾ, അത് ആ പരമാനന്ദത്തിൽ അങ്ങനെ ലയിച്ച് ചേർന്നിരിക്കുക. പിന്നെ വീണ്ടും വീണ്ടും അടിയിൽ നിന്ന് മടിക്കുത്ത് തടഞ്ഞ്, അതൊക്കെ ആ ഗോപീ സഹസ്രത്തിൻ്റെ കഥകളാണ് അതൊക്കെ. അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ, ദേവസ്ത്രീകൾ വാരി വിതയ്ക്കുന്ന ആ പുഷ്പവർഷം ഏറ്റുകൊണ്ട് ആ വേണുഗാനം ഓടക്കുഴൽ വായിക്കുന്ന രസിച്ചുകൊണ്ടും ആ ഗോപസ്ത്രീകളുടെ നടുവിൽ ആ മരുവുന്ന ആ ഭക്തന്മാർക്ക് പ്രിയമുള്ളവനായ ആ കുഞ്ഞ് ഉണ്ണികൃഷ്ണനെ ആ പരബ്രഹ്മ സ്വരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ കവി പറയുന്നത്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ കുഞ്ഞു രൂപത്തിൽ കാണുന്ന കൃഷ്ണനെ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകൻ എന്ന് ഭഗവാനെക്കുറിച്ച് പറയാറുണ്ട്. അതെന്താ? ഈ ലോകം മുഴുവൻ, നമ്മൾ കാണുന്ന ഈ സൗരയൂഥമല്ലാത്ത വേറെ പല സൗരയൂഥങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം അതാണ് ബ്രഹ്മാണ്ട കോടി
അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട സ്വരൂപമാണെന്ന് പറയുന്ന ഭഗവാന്. അപ്പോൾ ഒരുപാട് സൗരയൂഥങ്ങളിനകത്തെല്ലാം നിറഞ്ഞു നിൽക്കുന്നതായ ആ ബ്രഹ്മം എന്താ? ആ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള ആത്മാവ് അതെല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ബ്രഹ്മം അത് ഈ ശ്ലോകത്തിൽ ആ ബ്രഹ്മത്തിനെയാണ് ഈ ഗോപികമാരും ഇവരെല്ലാവരും ഈ പൂജിക്കുന്നത്. എന്ത് വലുതാണ് അത്! എത്ര വലുതാണെന്ന് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ചെറുതിനെ നമുക്ക് ഒരു വിധത്തിൽ നമ്മളുടെ കണ്ണിൻ്റെ വിധത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. കണ്ണിന് കാഴ്ചയിലുള്ളതിൽ ഏറ്റവും ചെറുതിനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. അപ്പോൾ അത് വലുതിനെ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുകയില്ല. ഭൂമി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വലുതായിട്ട് സങ്കല്പിക്കാൻ പറ്റും? ഒരു പട്ടണം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന കുറേ കെട്ടിടങ്ങളുടെ ആ ഒരു വലിപ്പത്തിൽ അതിൽ കൂടുതൽ നമുക്ക് മനസ്സിൽ നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. ഭൂഗോളം ഒന്നിച്ചിങ്ങനെ ഒരു പടം കണ്ടാൽ ആ പടത്തിനെ എത്ര പർവ്വതീകരിച്ച് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ നമുക്ക് മനസ്സിൻ്റെ വിചാരത്തിനൊരു പരിധിയുണ്ട്. ചെറുതിന് നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ചയുടെ പരിധിയിൽ വെച്ചേ നമുക്ക് അതിനെ അളക്കാനും പറ്റും. അപ്പോൾ ചെറുതിനെ നമുക്ക് വേണമെങ്കിൽ കരുതാവില്ലേ. ആ ഉണ്ണിയായിട്ട് ആ കുഞ്ഞായിട്ട് ഈ വലിയ രൂപത്തെ കാണിച്ചിരിക്കുകയാണ് ഇവിടെ ഈ ആദ്യത്തെ ശ്ലോകം. മറ്റേത് ഗുരുവന്ദനമായിരുന്നു. ഈ ആദ്യത്തെ ശ്ലോകം നമ്മൾ ഓർത്തിരിക്കുക എപ്പോഴും. അസ്ഥി സ്വസ്തരുണി. എനിക്കറിയാം കൂടുതൽ പേർക്ക് അത് കാണാതെ അറിയാം. നമ്മളത് ആദ്യം ഭാഗത്ത് സ്വാമി പഠിപ്പിച്ചിരുന്നപ്പോൾ ആ ശ്ലോകം ഉണ്ടായിരുന്നില്ല. പിന്നീട് സ്വാമി പലയിടത്തും അത് പാടുന്ന കേട്ട് ആ ശ്ലോകം ചൊല്ലുന്നത് കേട്ട് നമ്മളത് എഴുതിയെടുത്ത് പഠിച്ചതാണ്. അസ്ഥി സ്വസ്തരുണി കരാഗ്രവികൾ. അത് ഇതിനകത്തേതായിരുന്നെന്ന് ഇപ്പോഴാണ് അറിയുന്നത് എന്നേ ഉള്ളൂ. ശ്രീകൃഷ്ണ കർണാമൃതത്തിൻ്റെ പേരിൽ നാരായണീയ കർത്താവിനുള്ള ആദരാതിശയം ഇതുപോലെ പല ഭാഗത്തിലും കാണാവുന്നതാണ്. വേണുനാഥലഹരി ആണ്. വേണുനാഥലഹരിയാണത്. പേരിൽ നാരായണീയ കർത്താവ് ആരാണ്? നമ്മുടെ മേൽപ്പത്തൂര് നാരായണ ഭട്ടതിരി. ആദരാതിശയം ഇതുപോലെ പലയിടത്തും മേൽപ്പത്തൂരും ഇതുപോലെ തന്നെ ഭഗവാന് ഒരുപാട് അതിശയകരമായ ആദരവ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാവുന്നതാണ്. ഹരിയോ. അത് കൂടെ രണ്ടെണ്ണം ഞാൻ ഇട്ടേക്കാം.